എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പൊറ്റക്കാട്ട്. ഇന്ന് ഞാൻ മാതൃഭൂമി പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ആദ്യം ഞാൻ കണ്ടു, പക്ഷെ അത് റെക്കോർഡ് ചെയ്ത് ശരിയായില്ല. വീണ്ടും റെക്കോർഡ് ചെയ്യാണ്. ശൂന്യാകാശത്ത് ആകാശ യാത്രയിൽ വൻ കൊള്ള. നോക്കി നോക്ക്. ഡൽഹിയിൽ നിന്ന് ഇവിടം വരെ തിരുവനന്തപുരം വരെ വരുന്നതിന് 50,000 രൂപ. പിന്നെ ഡൽഹി കൊച്ചി 45,000. 1,50,000 രൂപ വേണം നമുക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ പിളർന്ന് ഭൂമി അതിൽ എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ ദേശീയപാത വൻ തകർച്ച. കണ്ട, നിർമ്മാണത്തിൽ കൊട്ടിയത്ത് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. ഞാൻ പറയണേ, എനിക്ക് 150 കോടിയുള്ള ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്താണ് ഈ നടക്കുന്ന കാര്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാഷ്ട്രത്തിൽ ഇത്രയധികം വിമാന കമ്പനികളുള്ള ഇത്രയധികം ഫ്ലൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വരെ വരുന്നതിന് 48,000 രൂപയും അതുകൂടാതെ നമ്മൾ കൊച്ചി വരെ വരണമെങ്കിൽ 45,000 രൂപയും. ഇത് കൊള്ളാന്നല്ല പറയേണ്ടത്, കൊള്ളയല്ല, കൊലയും കൊള്ളയും രണ്ടും കൂടിയാണ്. ഇന്ന് കാരണം വെച്ചാൽ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മാനസികമായിട്ട് അപ്സെറ്റായി പോകുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ മജ്ബൂരിക്ക് ഫൈദ വിടാത്ത എന്ന് പറയും ഹിന്ദിയിൽ പറയണേ. കാരണം എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അതിനെ മുതലെടുക്കലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് മൊത്തത്തിൽ. അതേമാതിരി റോഡ് പണി, ഇതാദ്യമായിട്ടാണ് ഒരു റോഡ് പണിയെന്ന് ഇന്ത്യയിൽ അല്ല, പക്ഷേ റോഡുകൾ മുഴുവൻ തകർന്ന് പൊളിഞ്ഞു പോവുക. ഇതൊക്കെ ശരിക്കും ശ്രദ്ധിക്കാണ്ടും കാര്യമായിട്ട് നോക്കാത്തത് കൊണ്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികാരികളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ട് നമ്മൾ അതിനുള്ള പരിഹാരം വേഗം കാണണം. കാരണം വെച്ച് കഴിഞ്ഞാൽ 48,000 രൂപ കൊടുത്തിട്ട് ആരെ കൊണ്ടുവരാൻ പറ്റാണ്. ഈവൻ വലിയ ബില്യണറായാലും ബില്യനേഴ്സായാലും അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. സാധാരണക്കാരൻ്റെ കാര്യം പറയണ്ട. എന്തായാലും ഏതച്ഛൻ വന്നാലും അമ്മയ്ക്ക് തന്നെ കേടെന്ന് പറഞ്ഞ മാതിരി ഇത് വളരെ മോശമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യാത്രാ സൗകര്യമാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. പലരും അത് പൈസ ഉണ്ടായിട്ടല്ല, നമുക്ക് ഇമ്മീഡിയറ്റ് എത്തണം. എന്നാൽ മരണങ്ങൾ അല്ലെങ്കിൽ സീരിയസ് ആയി കിടക്കുന്ന ആൾക്കാരെ കാണാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ജോലി ആവശ്യത്തിന് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാലത്ത് യാത്ര ചെയ്താൽ 2 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിയിട്ട് കാര്യങ്ങൾ നടത്തിയിട്ട് വീണ്ടും തിരിച്ചു പോകേണ്ടവരും അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ഇതിൽ യാത്ര ചെയ്യുന്നത്. അല്ലാണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടല്ല ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. പിന്നെ ടൂർ പോകുന്നത് അത് അപൂർവം, അത് മറ്റുള്ള രാജ്യങ്ങളിലേക്കാണ്. നമ്മൾ ഈ ഇൻറ്റേർണലി നമ്മൾ പോകുന്ന ഫ്ലൈറ്റുകൾ മുഴുവൻ നമ്മൾ അത്യാവശ്യങ്ങൾക്ക് പോകുന്നവരാണ് അതിൽ, ബിസിനസ് ആയാലും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഈ വക കൊള്ളയും അതേമാതിരി ഇങ്ങനത്തെ റോഡ് പണികളും ഈ ഉത്തരവാദിത്തമില്ലാത്ത കാര്യങ്ങൾ അധികാരികളിലെത്തിയിട്ട് ഉടനെ നടപടിയെടുക്കുന്നത് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതെൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായതുകൊണ്ട് എത്തിച്ചു എന്ന് മാത്രം. താങ്ക് യു.